കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നുവല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 5 ക്ലാസ്സുകളിൽ വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വളരെ പ്രയോജനകരമായിരുന്നു. ഈ ദിവസങ്ങളിൽ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും വിശ്വാസത്തിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ പ്രതിവാദം അത് ശരിക്കും വളരെ അഭിലഷണീയമായ അല്ലെങ്കിൽ ആഗ്രഹിക്കത്തക്ക അല്ല, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് ആ ക്ലാസ്സുകൾ നമുക്ക് ഇടവരുത്തുമാറാകട്ടെ. 5 ക്ലാസ്സുകൾക്ക് ശേഷമാണ് റോമാലേഖനം നാം വീണ്ടും പുനരാരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെങ്കിൽ റോമാലേഖനത്തിന്റെ നോർമൽ ഫ്ലോയിൽ നിന്ന് അല്പം നാം മാറിപ്പോയി എന്ന് വന്നേക്കാം. നാം 7-ാമത്തെ അധ്യായമാണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. 7-ാമത്തെ അധ്യായം മുതൽ തന്നെ വീണ്ടും നമുക്ക് പുനരാരംഭിക്കാം. റോമാലേഖനം 7-ാം അധ്യായം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അധ്യായമാണ്. മാത്രമല്ല അത് വളരെ വിവാദപരമായിട്ടുള്ള ഒരു അധ്യായമാണ്. ദൈവ ശാസ്ത്ര വിദഗ്ധന്മാരുടെ മധ്യത്തിൽ പോലും വിവിധ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്ന ഒരു അധ്യായം കൂടെയാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. എന്നാൽ റോമാലേഖനത്തിന്റെ പൊതുവിലുള്ള വിഷയത്തിന്റെ ക്രമീകരണം അനുസരിച്ച് നാം അത് പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് കൂടാതെ അതിലെ ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 7-ാം അധ്യായം മനസ്സിലാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങൾ, അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില വാക്യങ്ങൾ സംശയാസ്പദം എന്ന് തോന്നിയേക്കാം. ഒന്നാമതായിട്ട് ഈ വിഷയം അല്ലെങ്കിൽ 7-ാമത്തെ അധ്യായം അത് വിശ്വാസികളുടെ അനുഭവമാണോ അവിശ്വാസിയുടെ അനുഭവമാണോ എന്നുള്ള ഒരു കാതലായിട്ടുള്ള പ്രശ്നം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. കാരണം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവ പാഠത്തിലൂടെ എഴുതുന്ന വാക്യങ്ങളിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നുള്ള ആ വിലാപം എന്ന് പറയുന്നത്, അത് അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവമായിട്ട് ആണോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യമായിട്ടാണോ ഇത് എഴുതിയിരിക്കുന്നത്, അതോ ഒരു അവിശ്വാസിയുടെ പാപപങ്കിലമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിയാണോ എന്നുള്ള സംശയം സാധാരണ നിലയിൽ ഉന്നയിക്കാറുണ്ട്. മറ്റൊരു സംശയം അല്ലെങ്കിൽ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ന്യായപ്രമാണം എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണോ? കാരണം ഇതിനകത്ത് പല സ്ഥലങ്ങളിലും ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മാത്രമല്ല ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാകുന്നു. അതുകൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമസംഹിതയായിട്ട് ന്യായപ്രമാണത്തെ ചിത്രീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ 7-ാമത്തെ അധ്യായം പഠിക്കുന്നതിനുള്ള ഒരു തടസ്സമായിട്ട് അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ട്, ചലഞ്ചായിട്ട് നിൽക്കുന്നു. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ തിന്മ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അതുപോലെയുള്ള അതിന് സമാനമായിട്ടുള്ള വേദഭാഗങ്ങൾ കണ്ടിട്ട് വിശ്വാസിയിൽ ഉളവാകുന്ന പാപം എന്ന് പറയുന്നത് അത് സാരമില്ല, അത് വിശ്വാസി അല്ല ചെയ്യുന്നത്, അത് വിശ്വാസിയിൽ കുടികൊള്ളുന്ന പാപമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസിയെ കുറ്റക്കാരനാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാപം ചെയ്യുന്നതിന് ലൈസൻസ് നൽകുന്നു എന്നുള്ള ഒരു അബദ്ധധാരണ ഈ അധ്യായത്തിൽ പഠിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് വിശ്വാസിയിലെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വിഭിന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി. അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ, ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ ഹിതവും, ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കും. കൊള്ളാമല്ലോ, വളരെ ബഹുകേമമായിരിക്കും അല്ലെ? വിശ്വാസി ഒരു കാര്യം ചെയ്താൽ മതി, ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ പിൻപറ്റിക്കൊള്ളൂ, ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ പിൻപറ്റിക്കൊള്ളൂ. അപ്പോ ഒരു ഇരട്ട സ്വഭാവം പ്രകടമാക്കുവാൻ അല്ലെങ്കിൽ ഒരു ഭിന്ന വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് വിശ്വാസി തീരുന്നു. ഇത്തരത്തിലുള്ള സംശയവും ചോദ്യങ്ങളും വിവാദങ്ങളും തർക്കങ്ങളുമൊക്കെ ഈ അധ്യായം പഠിക്കുമ്പോൾ സ്വാഭാവികമാണ്. എന്നാൽ
ഈ 7-ാമത്തെ അധ്യായം എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു? പലപ്പോഴും 7-ാം അധ്യായം മാത്രമായിട്ട് നാം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ 7-ാം അധ്യായം എന്ന് പറയുന്നത് റോമാലേഖനത്തിൽ മാറി നിൽക്കുന്ന വിഭിന്നമായിട്ടുള്ള ഒരു അധ്യായമല്ല. ഒരു തീസിസിന്റെ ഭാഗമായിട്ട്, ഒരു പ്രബന്ധത്തിന്റെ ഭാഗമായിട്ട്, തുടർമാനമായിട്ടുള്ള വിശദീകരണത്തിന്റെ ഭാഗമായിട്ട്, തുടർമാനമായിട്ട് പുരോഗമിക്കുന്ന ആശയത്തിന്റെ ഭാഗമായിട്ട് വെളിവാക്കപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ് 7-ാമത്തെ അധ്യായം. അതുകൊണ്ട് ആ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം 7-ാമത്തെ അധ്യായത്തെ നാം പഠിക്കുവാൻ. നാം റോമാലേഖനത്തിന്റെ ആമുഖം കഴിഞ്ഞതിന് ശേഷം 1-ാമത്തെ വിഭാഗത്തിൽ നാം ചിന്തിച്ചത് സകല മനുഷ്യരും പാപികളാണ്, സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണ്. അത് ന്യായപ്രമാണം ലഭിച്ചവരാകട്ടെ ലഭിക്കാത്തവരാകട്ടെ പാപം സകല മനുഷ്യരെയും വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. എല്ലാവരും ന്യായവിധിക്ക് യോഗ്യരാണ്, ദൈവത്തിന്റെ കോപത്തിന് പാത്രീഭൂതരാണ് എന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം മുതൽ അതിന്റെ 4-ാമത്തെ അധ്യായം തീരുന്നത് വരെയും ഇവിടെ ഒരു നീതീകരണത്തിന്റെ സാധ്യത യേശു കർത്താവിലൂടെ തുറന്നു നൽകുകയാണ്. ഏത് വ്യക്തിക്കും ഏത് മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാനായിട്ട്, സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുവാനായിട്ട്, മാത്രമല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാനായിട്ട് ന്യായപ്രമാണത്തിന്റെ സകല നിബന്ധനകളും യേശു കർത്താവ് പൂർത്തീകരിച്ചുകൊണ്ട് തൻ്റെ ശരീരയാഗം കൊണ്ട്, തൻ്റെ ക്രൂശിലെ മരണം കൊണ്ട് സകല മനുഷ്യരെയും വിലയ്ക്ക് വാങ്ങി സകല മനുഷ്യരെയും തൻ്റെതാക്കി തീർക്കുവാൻ, മാത്രമല്ല ദൈവത്തിന്റെ നീതി അവരുടെ മേൽ വിശ്വസിക്കുന്ന ആരുടെ മേലും കണക്കിടുവാനായിട്ട് ദൈവം ഒരു വലിയ രക്ഷാമാർഗം തുറന്നു തന്നിരിക്കുന്നു. അങ്ങനെ നീതീകരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ പ്രിൻസിപ്പിൾസും ഒക്കെ നാം അവിടെ കാണുന്നു. 5-ാമത്തെ അധ്യായം മുതൽ 8-ാമത്തെ അധ്യായം വരെ ഒരു പൊതു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധീകരണം എന്നുള്ള ആ ഒരു വിഷയമാണ്. വിശുദ്ധീകരണത്തിന്റെ പാതയിൽ വിശ്വാസിക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 5-ാമത്തെ അധ്യായത്തിൽ തുടങ്ങി വെച്ച ആശയത്തിന്റെ വിപുലീകരണമാണ് നാം ഇവിടെ കാണുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് സകല മനുഷ്യരും ആദാമിലായിരുന്നു, ആദാമിൽ സകല മനുഷ്യരും പാപികളായി തീർന്നു, മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു, ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ ഇരിക്കെ ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏകന്റെ അനുസരണത്താൽ സകലരും ജീവനിൽ വാഴും, സകലർക്കും നീതീകരണമുണ്ട്, സകലരും നീതിമാന്മാരായിത്തീരും. 5-ാമത്തെ അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. അപ്പൊ ആ നിലയില് പാപം ഏകൻ നിമിത്തം വാണതുപോലെ ഏകൻ നിമിത്തം ദൈവത്തിന്റെ കൃപയാൽ ഉള്ള നീതീകരണവും അത് വാഴുകയാണ്. നിത്യജീവനായിട്ട് വാഴുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 21-ാമത്തെ വാക്യത്തിൽ 5-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോ യേശുക്രിസ്തുവിൽ ലഭ്യമാകുന്ന കൃപയുടെ ബഹുത്വമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ള ഏകീഭാവം നിമിത്തം നമുക്ക് ലഭിക്കുന്ന കൃപയുടെ സമൃദ്ധിയാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ആ കൃപയുടെ അടിസ്ഥാനത്തിൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനുള്ള ഏകീഭാവം നിമിത്തം നാം ഇനി പാപത്തിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരു വ്യക്തി പാപത്തിൽ തുടർമാനമായിട്ട് ജീവിക്കേണ്ടതില്ല. കാരണം ഒരു വിശ്വാസി ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുവിലുള്ള അവന്റെ യൂണിയൻ നിമിത്തം, അവന്റെ ഏകീഭാവം നിമിത്തം അവന് പാപത്തിൽ നിന്നുള്ള, പാപത്തിന്റെ അല്ലെങ്കിൽ ശക്തിയിൽ നിന്നുള്ള അവന്റെ അതിൽ നിന്നുള്ള വിടുതൽ അവന് ലഭ്യമാണ്. അങ്ങനെ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസിക്ക് സാധിക്കും. അതാണ് 6-ാമത്തെ അധ്യായത്തിലെ വിഷയം. നാം അത് കണ്ടു കഴിഞ്ഞാൽ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഗ്യാരണ്ടീഡ് സിൻസ് വി ആർ ഫ്രീഡ് ഫ്രം ദി ലോ. നാം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരാകയാൽ നമ്മുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ആത്മാവിനാൽ അത് സാധ്യവുമാണ്.
ന്യായപ്രമാണം ഇനി ഒരിക്കലും നമ്മെ കുറ്റപ്പെടുത്തുവാനായിട്ട് വരുന്നില്ല. കാരണം ന്യായപ്രമാണത്തിന്റെ സകല റിക്വയർമെന്റും യേശു കർത്താവ് ക്രൂശിൽ നിവർത്തിച്ചു. അതുകൊണ്ട് ഇനി ന്യായപ്രമാണം എന്ത് ചെയ്യുന്നില്ല? ഒരു മനുഷ്യരെയും കണ്ടം ചെയ്യുവാൻ, അവനെ ശിക്ഷ വിധിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം ന്യായപ്രമാണം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, പാപത്തിനായിട്ട് എന്തൊക്കെ പ്രതിശാന്തി ആവശ്യമുണ്ടോ, അത് യേശു കർത്താവ് സമ്പൂർണമായിട്ട് ക്രൂശിൽ നിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ ആ ന്യായപ്രമാണത്തിന്റെ ആ ബന്ധനത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഇനി 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ബൈ ദി ഇൻഡ്വെല്ലിംഗ് ഓഫ് സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താൽ നമ്മിൽ വസിക്കുന്നതിനാൽ വിശുദ്ധീകരണം സാധ്യമാണ്. അതുകൊണ്ടാണ് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനായിട്ട് മുൻനിയമിച്ചിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നേറുവാനായിട്ട് സാധിക്കും. മാത്രമല്ല 1-ാമത്തെ വാക്യം പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതായത് യേശു കർത്താവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിനോടുള്ള ഏകീഭാവ നിമിത്തം യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ അവനെ ആക്കപ്പെട്ടിരിക്കയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അവന്റെ ഉള്ളിൽ നൽകിയിരിക്കയാൽ, അവനെ ന്യായപ്രമാണത്തിന്റെ ആ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചിരിക്കയാൽ അവന് ശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നേറുവാനായിട്ട് സാധിക്കും. ഇനി അവനെ ഖണ്ഡം ചെയ്യുവാൻ, ശിക്ഷ വിധിക്കുവാൻ, നരകശിക്ഷ വിധിക്കുവാൻ, പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള മരണം അവന്റെ മേൽ ക്ലെയിം ചെയ്യുവാനായിട്ട് ഒരു വിധത്തിലും സാധ്യമല്ല. 8-ാമത്തെ അധ്യായത്തോടുകൂടി ആ വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം മനുഷ്യനെ ആനയിക്കുന്നു, ദൈവം വിശ്വാസിയെ ആനയിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചിന്താധാരയിൽ നിന്നുകൊണ്ട് 7-ാമത്തെ അധ്യായം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ദി ലോ ഈസ് നോ ലോങ്ങർ എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ എ ബിലീവർ ഇൻ സാങ്ക്ടിഫിക്കേഷൻ. ന്യായപ്രമാണം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ശുദ്ധീകരണ പ്രക്രിയയില് ഒരു പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്നില്ല. പിന്നെയോ അതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവനെ ശുദ്ധീകരണത്തിന്റെ പാതയിൽ നയിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദി ലോ കനോട്ട് കണ്ടം എ ബിലീവർ. ന്യായപ്രമാണത്തിന് ഒരു വിശ്വാസിയെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ശിക്ഷ വിധിക്കുവാനായിട്ട് സാധ്യത. അതുകൊണ്ട് തന്നെ ഇതിന്റെ 1-ാമത്തെ ഭാഗം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചതാണ്. എങ്കിലും ആ വിഷയത്തിന്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഞാനത് ഒന്ന് സൂചിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. 1 മുതൽ 6 വരെയുള്ള ഭാഗ്യത്തിൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്. വിടുവിച്ചിട്ട് മറ്റൊരു അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയമാണ് 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മാത്രമല്ല അവിടെ ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. ആ ഉദാഹരണം എന്ന് പറയുന്നത്, വിവാഹത്താൽ ഒരു സ്ത്രീ ഭർതൃന്യായപ്രമാണത്തോട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ ഭർതൃന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് ആ മാരേജ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. എന്നാൽ ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലോ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് അവൾ വിടുതലുള്ളവരായി തീർന്നിരിക്കുന്നു. അവൾ പിന്നെ ഒരു വിവാഹം കഴിച്ചാൽ അത് ഒരിക്കലും ആദ്യത്തെ ആ ബന്ധവുമായിട്ട് അതിനോട് ചേർത്ത് അതിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് ആകില്ല. അവളെ പാപി എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകും. ഇവിടെ ഈ സ്ത്രീ ഒരു പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്നു. അവിടെ ഒരു മരണം സംഭവിച്ചത് നിമിത്തം മറ്റൊരു പ്രമാണത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ആശയമാണ് ഈ ഭാഗത്ത് ഈ ഒരു ഉപമയിലൂടെ അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തത്തിലൂടെ ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് വിവാഹ നിയമങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള
അല്ലെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ചോ റീമാരേജിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റായിട്ട് ഇതിനെ എടുത്ത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. എന്നാൽ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് മറ്റൊരാശയം പറയുവാനായിട്ട് ഉള്ള അവർക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ന്യായപ്രമാണത്തിന് ഒരു അധികാര പരിധിയുണ്ട്, അല്ലെ? ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്നിവിടെ പറയും. അപ്പോ ന്യായപ്രമാണത്തിന് എന്തുണ്ട്? ഒരു അധികാര പരിധിയുണ്ട്. അത് സകല മനുഷ്യരെയും എന്ത് ചെയ്യുന്നു? അതിന്റെ കീഴിൽ അടച്ച് കളയുന്നു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അത് ഉളവായത് മുതൽ, അതുണ്ടായത് മുതൽ സകല മനുഷ്യരെയും ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുന്നു? അതിന്റെ അധികാര പരിധിക്കകത്ത്, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ന്യായപ്രമാണത്തിന് ഒരു അധികാരമുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നു. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് ഒരു ബന്ധനമുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ ഒരു ബൈൻഡിങ് ഉണ്ട്. എന്താ? ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് ബൈൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധ്യമല്ല. ഒരു ഉദാഹരണം നമുക്കറിയാം, ലീഗൽ ബൈൻഡിങ് എന്ന് പറയുന്നത്, നാം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുമ്പോൾ ഇന്ത്യയുടെ നിയമങ്ങളുടെ മുമ്പാകെ നാം ബൈൻഡഡ് ആണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ ബൈൻഡിങ് നമുക്ക് ഉണ്ട്. അതിൽ നിന്ന് കുതറി മാറുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമവ്യവസ്ഥയും അതിന്റെ ലീഗൽ ബൈൻഡിങ് അവരുടെ മേൽ ഉണ്ട്. അപ്പൊ അതുപോലെ ന്യായപ്രമാണത്തിനും എന്തുണ്ട്? ഒരു ബൈൻഡിങ് ഉണ്ട്, ഒരു ബന്ധനമുണ്ട്. അത് നാം ഇവിടെ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ന്യായപ്രമാണം പിടിച്ചടക്കിയിരിക്കുന്നു, അല്ലെ? ഫോഴ്സ്ഫുള്ളി അത് എന്ത് ചെയ്യുന്നു? അതിന്റെ പരിധിക്കുള്ളിൽ ഒരു വ്യക്തിയെ പിടിച്ചു കൊണ്ടുവരുന്നു. ന്യായപ്രമാണം 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. അവിടെ ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുക. ന്യായപ്രമാണത്തിന് ഒരു പിടിച്ചടക്കലുണ്ട്. ബലാത്കാരേണ അതിനെ ആ ബൈൻഡിങ്ങിനകത്ത് വിധേയമാക്കും. നമുക്കറിയാം, എക്സിക്യൂഷനോടുള്ള ബന്ധത്തിൽ നമുക്ക് ലോ ആൻഡ് ഓർഡർ, അത് നിയമ പരിപാലനത്തോടുള്ള ബന്ധത്തിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിവർത്തിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഫോഴ്സ്ഫുള്ളി നിയമ നിർവഹണത്തിന് അവർ മുതിരുകയാണ്. ഒരു നിയമമുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാനായിട്ട് അതിന്റെ പിന്നിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഫോഴ്സ്ഫുള്ളി ബൈൻഡിങ് ആക്കി മാറ്റിയിരിക്കുകയാണ്, നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായം. ഇത് ആരെ ഉദ്ദേശിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത്? നമുക്കറിയാം, റോമിലെ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ആമുഖമായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, റോമിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ യഹൂദ വിശ്വാസികളുണ്ട്, യവന വിശ്വാസികളുമുണ്ട്. ന്യായപ്രമാണം അറിയുന്നവരാണ് അവിടെയുള്ള ഭൂരിഭാഗം വ്യക്തികളും. അപ്പൊ ന്യായപ്രമാണം അറിയുന്ന വിശ്വാസികളോടാണ് സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞിരിക്കൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നത് വിശ്വാസികളുടെ മുമ്പാകെ തന്നെയാണ്. അപ്പൊ വിശ്വാസികൾക്ക് എന്താണ് സംഭവിച്ചിരുന്നത്? ന്യായപ്രമാണം ഈ നിലയിൽ അധികാരവും ബന്ധനവും പിടിച്ചടക്കലും ഒക്കെ നടത്തിയിരുന്ന ഒരു സ്ഥാനത്ത് ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു മരണം നിമിത്തം എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഒരു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ന്യായപ്രമാണം? ഒരു മരണം നിമിത്തം സ്വാതന്ത്ര്യം വരും. ഇത് മനസ്സിലാക്കുവാനായിട്ട് ഒരു വാക്യം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്യത്തിലേക്ക് വരാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്ത് നടുവിൽ നിന്ന് നീക്കി അത് ക്രൂസിൽ തറച്ചു നീക്കിക്കളഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന ഒരു കയ്യെഴുത്ത്, അതായത് ന്യായപ്രമാണം സകല മനുഷ്യരുടെയും മേൽ വച്ചിരുന്ന ഒരു കയ്യെഴുത്തുണ്ട്, ഒരു കടത്തിന്റെ പ്രമാണമുണ്ട്. എന്താ? പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അല്ലെ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതിക്രമം എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയെ മറുതലിക്കുന്നതാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, ദൈവം റിവീൽ ചെയ്ത ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് എല്ലാം പാപമാണ്. യു ആർ എ സിന്നർ, നീ ഒരു പാപിയാണ് എന്ന് വെറുതെ പറഞ്ഞു വിടുകയല്ല. പാപത്തിന് എന്തുണ്ട്? അവിടെ ഒരു ശിക്ഷാവിധിയുണ്ട്. അതിന് നിന്നെ മനബോധപൂർവം നിന്നെ അതിനകത്ത് പിടിച്ചടക്കി നീ ന്യായപ്രമാണത്തിന്റെ ആ ഒരു ശിക്ഷ നിന്റെ മേൽ ഇരിക്കുന്നിടത്തോളം അതിന്റെ ഡെസ്റ്റിനിയായ നരകം
നിനക്ക് തന്നേ മതിയാകൂ. അപ്പൊ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന ഒരു കയ്യെഴുത്തുണ്ട്. ആ കയ്യെഴുത്തിനെ കുറിച്ച് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് പറയുന്നത്. ഒരുപക്ഷെ നാം എവിടെന്നെങ്കിലും ഒരു ലോൺ എടുത്ത് ഗവൺമെന്റ് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത്രയും രൂപയ്ക്ക് നാം കടക്കാരനാണ്, അല്ലെ? എന്റെ കടം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അതിന് ഇത്ര കൊടുത്തു തീർത്താൽ മാത്രമേ ആ കടത്തിൽ നിന്ന് മോചനമുണ്ട്. അപ്പൊ ന്യായപ്രമാണം അപ്രകാരം സകല മനുഷ്യരെയും എഴുതപ്പെട്ട ഒരു പ്രമാണത്തിന്റെ അല്ലെങ്കിൽ ഒരു കടബാധ്യതയുടെ ആ ഒരു കയ്യെഴുത്തിന്റെ കീഴിൽ അമർത്തിയിരുന്നു. എന്നാൽ ആ കയ്യെഴുത്താണ്, അല്ലെങ്കിൽ ആ കടപ്പത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു കടബാധ്യതയാണ് യേശു കർത്താവ് ക്രൂസിൽ എന്ത് ചെയ്തത്? തൻ്റെ ശിരസിന്മേൽ, തൻ്റെ ചുമലിന്മേൽ ഏറ്റെടുത്ത് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോ ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്ന പാപത്തിന്റെ സകല ശിക്ഷാവിധിയും യേശു കർത്താവ് ക്രൂസിൽ തറച്ച് നീക്കുക നിമിത്തം ഇവിടെ നാം വായിക്കുന്ന ഒരു മരണം സംഭവിച്ചു. യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നാം ആ കടപത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ കടബാധ്യതയിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ ആ ശമ്പളത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നിരിക്കും. അപ്പോ നമ്മെ ശിക്ഷ വിധിച്ച് അടക്കിയിരുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ആ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാണ്, അല്ലെ? നാം ഇവിടെ വായിക്കുന്നുണ്ട് അതിന്റെ 3-ാമത്തെ വാക്യത്തിലെ 2-ാം ഭാഗം, നാം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. 6-ാം വാക്യത്തിൽ തന്നെ നാം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. അപ്പൊ നേരത്തെ നമ്മുടെ മേൽ അധികാരമുണ്ടായിരുന്നു, നമുക്ക് ന്യായപ്രമാണത്താൽ ബന്ധനമുണ്ടായിരുന്നു, ന്യായപ്രമാണം നമ്മെ പിടിച്ചടക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ന്യായപ്രമാണത്തിൽ നിന്ന്, അതിന്റെ ബന്ധനത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം നമുക്ക് വരുത്തി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 4-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ഈ ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും, പിടിച്ചടക്കിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും ഒഴിവുള്ളവരിലായിരിക്കും ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചവർ എന്നുള്ള നിലയിലേക്കും നമ്മെ മാറ്റിയത്? 4-ാമത്തെ വാക്യം, ക്രിസ്തു നമ്മെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളെ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഇത് പെട്ടെന്ന് ഒറ്റ വാക്യത്തിൽ ഒരു വാക്കിൽ വായിച്ചാൽ അത് മനസ്സിലാകണമെന്നില്ല. ഞാനൊന്ന് നിർത്തി അതിന്റെ സെന്റൻസുകളെ ഒന്ന് അടുക്കും ചിട്ടയോടും കൂടെ വച്ചിട്ട് ഞാനൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം നാം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നാം ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി. എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന്, യേശു ക്രിസ്തുവിന്റെ മരണം സംബന്ധിച്ച്, ഒരു ക്രിസ്തുവിന്റെ ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തത് നിമിത്തം, ക്രിസ്തുവിന്റെ ശരീരം നിമിത്തം അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നിമിത്തം എന്താ സംഭവിച്ചത്? നാം മറ്റൊരുവനായി, ന്യായപ്രമാണത്തിന്റെ അധികാരത്തിലായിരുന്നു, ഇപ്പോൾ നാം മറ്റൊരുവനായി. ആർക്കായത്? നാം ആരുടെ കീഴിലായത്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന്. അതാരാണ്? യേശു ക്രിസ്തുവിനായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുമ്പ് നാം ന്യായപ്രമാണത്തിന് കീഴായിരുന്നു, ന്യായപ്രമാണം നമ്മെ അടക്കിയിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തന്റെ ശരീരയാഗത്താൽ നമ്മുടെ ശിക്ഷാവിധിയും ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റും പൂർത്തീകരിച്ചത് നിമിത്തം ഇപ്പോൾ നാം ക്രിസ്തുവിന്റെ വകയായിരിക്കുന്നു. ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഒരു മരണം സംഭവിച്ചു. അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരായി. എന്തിനു വേണ്ടിയിട്ടാണ് ഒഴിവുള്ളവരായത്? നാം ക്രിസ്തുവിന് ആയവരായതുകൊണ്ട്, ക്രിസ്തുവിനാകേണ്ടതിന്, മാത്രമല്ല ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് ആ ഒരു മാറ്റം സംഭവിച്ചു. ഇവിടെ നോക്കിയുള്ള 2 പ്രമാണങ്ങൾ, 2 പ്രമാണത്തിൽ, ഒരു പ്രമാണത്തിൽ നിന്ന് മറ്റൊരു പ്രമാണത്തിലേക്ക് ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു. അത് നമ്മെ ക്രിസ്തുവിന്റെ വകയാക്കി തീർത്തുകൊണ്ടാണ്. അത് വെറുതെ പ്രഖ്യാപനം മാത്രമായിരുന്നില്ല. ന്യായപ്രമാണത്തിന്റെ സകല റിക്വയർമെന്റും
യേശു കർത്താവ് തന്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മെ എന്താ ക്രിസ്തുവിന്റെ വകയാക്കി തീർത്തിരിക്കുന്നു. അപ്പൊ ഇനി നമ്മെ ബൈൻഡ് ചെയ്യുന്നത്, നമ്മെ നമ്മുടെ മേലുള്ള അധികാരം എന്ന് പറയുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രമാണമാണ് എന്നുള്ളതിന് തർക്കം ഇല്ല. ഇനി ഇത് ഈ രണ്ട് കാര്യങ്ങളെയും കൂടെ താരതമ്യം ചെയ്ത് 5-6 വാക്യങ്ങളിൽ പറഞ്ഞത്, ഈ രണ്ട് പ്രമാണത്തിന്റെ കീഴിലും എങ്ങനെയാണ് നമ്മെ, അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സമ്മറിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 5-6 വാക്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവിടെ രണ്ട് പാർട്ടുണ്ട്. ഒന്ന്, നാം ജഡത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നാം എങ്ങനെയായിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നാം എങ്ങനെയായിരിക്കുന്നു. ശ്രദ്ധിച്ചോളൂ 5-ാമത്തെ വാക്യം. നാം ജഡത്തിലായിരുന്നപ്പോൾ എന്തായിരുന്നു നമ്മുടെ അനുഭവം. വീണ്ടും അതിന്റെ 6-ാം വാക്യം ശ്രദ്ധിച്ചോളൂ. ഇപ്പോഴോ എന്താണ് നമ്മുടെ അനുഭവം. അപ്പോ ജഡത്തിലായിരുന്നപ്പോൾ നമ്മുടെ അനുഭവം, അല്ലെങ്കിൽ പാപത്തിലായിരുന്നപ്പോൾ നമ്മുടെ അനുഭവം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴായിരുന്നപ്പോൾ നമ്മുടെ അനുഭവം എന്തായിരുന്നു. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്. ശ്രദ്ധിച്ചോളൂ, അവിടെ വ്യക്തമായിട്ട് ഈ 6 വാക്യങ്ങളുടെ സാരാംശം അവിടെ ചേർത്തിട്ടുണ്ട്. എന്താണ്? നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കോണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകും. ഇതായിരുന്നു ന്യായപ്രമാണത്തിന് കീഴിലെ അനുഭവം. എന്താ? നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ. ശ്രദ്ധിച്ചോളൂ, ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും ന്യായപ്രമാണമാണ് ഈ പാപം മുഴുവൻ ഉണ്ടാക്കിയത്. നമുക്ക് തോന്നും ന്യായപ്രമാണമാണ് ഈ പാപം മുഴുവൻ ഉണ്ടാകുന്നത്. ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗം, അതല്ലേ കഷ്ടം. പാപരാഗങ്ങൾ ഉളവാക്കിയത് ന്യായപ്രമാണം. അങ്ങനെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. പിന്നെയോ, പാപരാഗങ്ങൾ ഉണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞില്ലായിരുന്നു, പക്ഷെ ന്യായപ്രമാണം വന്നപ്പോൾ ഞാനത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഒരു ഉദാഹരണം പറയാം. നാം സാധാരണ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കണ്ണാടിയുടെ മുമ്പാകെ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഒന്ന് ഒരുങ്ങിയൊക്കെ പോകാറുണ്ട്, അല്ലേ? അപ്പോ നാം കണ്ണാടിയുടെ മുമ്പാകെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ, അഴുക്കുണ്ടെങ്കിൽ, വൈകൃതങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യും, അല്ലെ? നല്ല പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങി റെഡിയായിട്ട് നാം പോകും. ചോദിച്ചോളട്ടെ, കണ്ണാടിയാണോ നമ്മുടെ മാലിന്യങ്ങളെ, മുഖത്തെ അഴുക്കുകളെ ഒക്കെ കാരണമായി തീർന്നു? ഒരിക്കലുമല്ല. പിന്നെന്താ? ആ അഴുക്കുകൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടായത്. പിന്നെ എപ്പോഴാണ് നമ്മളത് തിരിച്ചറിയുന്നത്? ആ കണ്ണാടിയുടെ മുമ്പാകെ വന്ന് നാം അതിനെ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇത്രയും പ്രശ്നമായിരുന്നോ, എൻ്റെ മുഖം ഇത്രയും വികൃതമായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോ കണ്ണാടി ഒരിക്കലും എന്തിന് കാരണമല്ല. നമ്മുടെ മുഖത്തെ കുറവുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾക്ക് കണ്ണാടി കാരണമല്ല. കണ്ണാടി ആകപ്പാട് ചെയ്തത് എന്ത് മാത്രമാണ്? നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പൊ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണമല്ല പാപരാഗങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെയോ, പാപരാഗങ്ങൾ ഉണ്ടായിരുന്നു, ഞാനത് തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ ന്യായപ്രമാണം വന്നപ്പോൾ ഇത് പാപമാണ്, പാപത്തിന് ശിക്ഷയുണ്ട്, ഇത് അതിക്രമമാണ്, ഇത് ലംഘനമാണ്, ഇത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് വിരുദ്ധമാണ്, ദൈവത്തിന്റെ എക്സ്പെക്ടേഷന് വിരുദ്ധമാണ്, ഇത് പാപമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ന്യായപ്രമാണം പാപരാഗങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം നൽകുന്നത്. അപ്പൊ ന്യായപ്രമാണത്താൽ ഉളവാ, അപ്പൊ ന്യായപ്രമാണം നമുക്ക് പാപരാഗങ്ങളെ കുറിച്ചുള്ള, അതിന്റെ പ്രസൻസിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നൽകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാപരാഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, എന്താ? നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇത് സ്വതവേ അങ്ങ് സംഭവിക്കുന്നതാണ്. അതിനുവേണ്ടി ആരും വളവും വെള്ളവും ഒന്നും കൊടുക്കേണ്ടതില്ല. ഈ പാപരാഗങ്ങൾ നാം ജഡത്തിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴായിരുന്നപ്പോൾ, ഈ പാപരാഗങ്ങൾ അത് സ്വതവേ നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോവുകയാണ്. സ്വതവേ പാപത്തിന്റെ രീതിയാണ് നമുക്കുള്ളത്, പാപത്തിലാണ് നാം ആയിരിക്കുന്നത്. മാത്രമല്ല അത് അവയവങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാരും പ്രത്യേകിച്ച് ഊർജമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഒരു എക്സ്റ്റേണൽ പ്രഷറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് നമ്മിൽ നിന്ന് ഉളവാകുന്ന മുഴുവൻ എന്തായിരുന്നു? പാപമായിരുന്നു. അത് അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്?
ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കോണം. അതിനൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. എന്താ ഈ പാപരാഗങ്ങൾ അവയവങ്ങളിൽ കൂടി ഇങ്ങനെ വന്നിട്ട് അതിനൊരു ഒരു റിസൾട്ട് ഉണ്ട്. എന്താ റിസൾട്ട്? മരണത്തിലേക്ക് നമ്മെ നയിച്ചു. അതുകൊണ്ടാണ് പാതാളത്തിന് ആടുകളായിട്ട് വിൽക്കപ്പെട്ടവർ എന്നുള്ള പ്രയോഗം നാം കാണുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ പാപം നമ്മെ ഇങ്ങനെ അടിമകളാക്കി, നമ്മെ ഇങ്ങനെ ഒരു കൂട്ടത്തോടുകൂടെ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. നാം പാപത്തിന് അടിമകളായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല, അല്ലെ? മാത്രമല്ല, അതിൽ നിന്ന് കുതറി മാറുവാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. സ്വതവേ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്കാകുമായിരുന്നില്ല. നാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായി, അതിക്രമങ്ങളാലും പാപങ്ങളിലും മരിച്ചവരായി. ആ നിലയില് നാം മരണത്തിന് ഫലം കായ്ക്കുന്നവരായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പഴയ അവസ്ഥ. അപ്പോ ആദ്യത്തെ ഭർത്താവിന്റെ കീഴിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നതായിരുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ഇപ്രകാരമായിരുന്നു. ഇപ്പോഴോ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? എന്ത് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചത്? ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട്, നോക്കണേ, നമ്മെ ബലം പ്രയോഗിച്ച് നമ്മെ അടക്കിയിരുന്ന അല്ലെങ്കിൽ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് ആ ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചിരിക്കുന്നു. എങ്ങനെ മരിച്ചിരിക്കുന്നത്? നാം കഴിഞ്ഞ അധ്യായത്തിലും പഠിച്ചതാണ്. എന്താ? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവന്റെ മരണത്തിൽ നാം അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ നാം അടക്കപ്പെട്ടു, അവനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അങ്ങനെ നാം യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനോട് നാം ഏകീഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നാമും എന്ത് ചെയ്തു? ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കൊണ്ട്, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്താൽ തന്നെ സേവിക്കുക. നോക്കണേ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു പുതുക്കപ്പെടൽ ഉണ്ട്. അക്ഷരമല്ല നമ്മെ നിയന്ത്രിക്കുന്നത്, ആ പഴക്കമല്ല നമ്മെ നിയന്ത്രിക്കുന്നത്, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. പിന്നെയോ there is a driving force behind a believer. എന്ത് പ്രേരകമാണ് നമ്മിൽ ഉള്ളത്? എന്താ? നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യായപ്രമാണമല്ല, അക്ഷരമല്ല, കൽപ്പനകളല്ല, ഡൂസ് ആൻഡ് ഡോൺസ് അല്ല നമ്മെ നിയന്ത്രിക്കുന്നത്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദനെ നിയന്ത്രിക്കുന്നത് ന്യായപ്രമാണമല്ല, അതിലെ കൽപ്പനകളല്ല അവനെ നിയന്ത്രിക്കുന്നത്. അവനെ ഗൈഡ് ചെയ്യുന്നത് അക്ഷരത്തിന്റെ പഴക്കമല്ല. പിന്നെയോ നാം ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാകയാൽ, നാം ക്രിസ്തുവിന്റെ വകയായി തീർന്നതാകയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം എന്ന് പറയുന്നത് എന്താ? ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടത്. ശ്രദ്ധിച്ചോളൂ, ആത്മാവിന്റെ ഒരു പുതുക്കപ്പെടൽ, ഒരു പുതിയ സൃഷ്ടിയാക്കി നാം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പുതിയ സൃഷ്ടിയുടെ ജീവിത അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യം. ഒരു പുതുക്കപ്പെടൽ നമ്മിൽ സംഭവിച്ചു. ഇനി പഴയ രീതികളല്ല നമ്മെ നിയന്ത്രിക്കുന്നത്. ഒരു വിശ്വാസി നിയന്ത്രിക്കുന്നത് പഴയ രീതികളല്ല. ന്യായപ്രമാണത്തിന് ഇനി അവന്റെ മേൽ യാതൊരു അധികാരമില്ല. കാരണം യേശു കർത്താവ് ന്യായപ്രമാണം ക്രൂശിൽ നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ നാമം മരിച്ചു, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ പുതുക്കത്തിൽ ജീവിക്കുവാൻ ആവശ്യം. ഞാൻ അതിലേക്ക് കടന്നു വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്. നോക്കണേ, ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. വി പർപ്പസ്ഫുള്ളി സെർവ് ഗോഡ്. നാം ബോധപൂർവമായിട്ട് ദൈവത്തെ സേവിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ്? നാം പുതിയ സൃഷ്ടികളായതുകൊണ്ട്. ബോധപൂർവമായിട്ട്, മനഃപൂർവമായിട്ട് ദൈവത്തെ സേവിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ പാപത്തിലായിരുന്നപ്പോഴോ ബോധപൂർവം എന്നല്ല, അത് ജഡത്തിൽ വ്യാപരിക്കുന്ന അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപരാഗങ്ങളായിരുന്നു. അത് നാച്ചുറലായിട്ട് പാപരാഗങ്ങളിൽ പൊക്കൊണ്ടിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ സേവിക്കുന്നവനാണ്. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതല്ല, പിന്നെയോ ബേസ്ഡ് ഓൺ എ ഡിസിഷൻ,
ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു പുതുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവമായിട്ട് ദൈവത്തെ സേവിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചിരിക്കുക. ഇതാണ് വ്യത്യാസം. നാം സാധാരണ ഇങ്ങനെ കേൾക്കാറുണ്ട്, നരകത്തിൽ പോകാൻ എന്ത് ചെയ്യണം? ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങളിപ്പോൾ ചെയ്തതുപോലെ ചെയ്താൽ മതി. എന്നാൽ ജീവനിലേക്ക് വരുവാനായിട്ട് there is a decision, ഒരു തീരുമാനമുണ്ട്, അതിനകത്തൊരു സമർപ്പണം ഉണ്ട്, അതിന് ഒരു 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 എന്തുവാ ഒരു ടേണിംഗ് ബാക്ക്, ഒരു തിരിച്ചുവരവുണ്ട്, ഒരു മാനസാന്തരമുണ്ട്, അതിനൊരു തീരുമാനമുണ്ട്. ആ നിലയിലുള്ള ഒരു തീരുമാനത്തിൽ മാത്രമേ വിശ്വാസിയായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. ഇതാണ് ന്യായപ്രമാണവും വിശ്വാസികളും തമ്മിലുള്ള ആ ഒരു ബന്ധവും, അല്ലെങ്കിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശ്വാസികൾ ഇനി അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ജീവിക്കുന്നത്, ലീഗലിസ്റ്റിക് ഐഡിയാസിലല്ല, ഡൂസ് ആൻഡ് ഡോൺസിന്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെ ന്യായപ്രമാണത്തിൽ നോക്കിയിട്ട് അതിൽ ചെയ്യുന്നത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ചെയ്യുക, ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരിക്കുക, അതല്ല വിശ്വാസിയുടെ പ്രമാണം എന്ന് പറയുന്നത്. ഓക്കെ, ഗിരിപ്രഭാഷണം വളരെ പ്രസക്തമാണ് ഇവിടെ. യേശു കർത്താവ് ന്യായപ്രമാണത്തിന്റെ സാരസംഗ്രഹത്തെ, ദൈവത്തിന്റെ ഇന്റൻഷൻ എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ, ന്യായപ്രമാണത്തിൽ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളെ പറയുമ്പോൾ അത് ചെയ്യുന്നവരാണ് കുറ്റക്കാരായിട്ട് പിടിക്കപ്പെടുന്നവർ എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് പറയുന്നത് അത് 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 ചെയ്യുമ്പോഴല്ല അവൻ കുറ്റക്കാരനാകുന്നത്, അതിന്റെ ഇന്റൻഷൻ അവന്റെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ അവൻ ആ പാപം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് യേശു കർത്താവ് അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അക്ഷരത്തിന്റെ പഴക്കത്തിൽ, എഴുതി വെച്ച പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, മാനുഷിക നിർമ്മിതമായിട്ടുള്ള ആ ലീഗലിസ്റ്റിക് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സേവിക്കുകയല്ല, പിന്നെയോ ഒരു പുതിയ എഞ്ചിൻ, ഒരു പുതിയ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് നമുക്ക് ലഭ്യമായിരിക്കുന്നു. അത് ആത്മാവിന്റെ പുതുക്കത്തിലാണ്. അക്ഷരം നോക്കിയല്ല, പിന്നെയോ ആത്മാവിന്റെ ഗൈഡൻസിൽ നാം ജീവിക്കുവാൻ ആവശ്യമുണ്ട്. ഇവിടെ ഇതിനൊരു പാരലൽ ടെക്സ്റ്റ് ഉണ്ട്, ഇതിന് സമാന്തരമായിട്ട് നമുക്കറിയാവുന്ന ഒരു വേദഭാഗമുണ്ട്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യം. അവിടേക്ക് നമുക്ക് വരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരു വലിയ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, 2 ഭർത്താക്കന്മാരുടെ ഉദാഹരണത്തിലൂടെ ന്യായപ്രമാണത്തിന്റെ ഭർത്തൃത്വത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ഭർത്തൃത്വത്തിലേക്ക്, അല്ലെങ്കിൽ ഉടമസ്ഥതയിലേക്ക് നാം വന്നിരിക്കുന്നു. ഒരു വലിയ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. ന്യായപ്രമാണമല്ല നമ്മുടെ അധികാരി, പിന്നെയോ ക്രിസ്തുവാണ് നമ്മുടെ അധികാരി. 2 അവസ്ഥകൾ. ഒന്ന് ബന്ധനമായിരുന്നു, എന്നാൽ ക്രിസ്തുവിൽ നമുക്ക് എന്താ ലഭിച്ചിരിക്കുന്നത്? സ്വാതന്ത്ര്യമാണ്. ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. 2 ഫലങ്ങളാണ് ഇവിടെ നാം 6 വരെയുള്ള വാക്യങ്ങൾ കണ്ടത്. ഒന്ന്, നാം ജഡത്തിലായിരുന്നപ്പോൾ മരണത്തിന് ഫലം കായ്ച്ചിരുന്നു. അതിന്റെ എല്ലാ കാര്യവും നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഏതിലായിരുന്നു? മരണത്തിലേക്ക് ആയിരുന്നു. കാരണം അത് പാപരാഗങ്ങളാണ്, അവയവങ്ങളിലൂടെ വ്യാപരിച്ചിട്ട് അത് നാശത്തിലേക്ക്, നമ്മെ നരകത്തിന് ഓഹരിക്കാരാക്കി തീർത്തിരുന്നു. എന്നാൽ ശ്രദ്ധിച്ചോളൂ, നാം ക്രിസ്തുവിന്റെ വകയായി തീർന്നപ്പോൾ നാം ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായി, ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ്, ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ്, അതിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. 2 മാർഗങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നാച്ചുറൽ ആയിട്ട് അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപരാഗങ്ങളെ കുറിച്ച് പറയുന്നു. ദാറ്റ് ഇസ് ബൈ ഡിഫോൾട്ട്, അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നാച്ചുറൽ ആയിട്ടല്ല, പിന്നെയോ അവൻ ദൈവത്തെ പർപ്പസ്ഫുള്ളി, ദൈവത്തെ സേവിക്കുവാനായിട്ട് അവൻ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ദൈവത്തെ സേവിക്കുകയാണ്. അത് അവിടെയാണ് സാങ്ക്ടിഫിക്കേഷനകത്ത് വിശ്വാസിയുടെ പങ്ക് വരുന്നത്. സേവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് നമുക്ക് തീരുമാനമെടുക്കാം, തീരുമാനിക്കാതിരിക്കാം, മുന്നേറാം അല്ലെങ്കിൽ മുന്നേറാതിരിക്കാം, വിശുദ്ധീകരണം വേണമെന്ന് വെക്കാം അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം. ഇത് ദൈവത്തെ സേവിക്കുക, അവിടെ ഉത്തരവാദിത്വം
വിശ്വാസിയുടെ പക്കൽ നൽകിയിരിക്കുകയാണ്. 2 പ്രേരകങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 1 അവയവങ്ങളിലൂടെ വ്യാപരിക്കുന്ന ആ ജഡത്തിന്റെ പ്രേരകം. ആ പ്രേരകം പാപത്തിലേക്ക് നമ്മെ വഴുതി വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതാകിയാൽ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പുതുക്കത്തിലേക്ക് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. നമുക്കിനി ആ പാരലൽ ടെക്സ്റ്റിലേക്ക് കടന്നു വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. വളരെ പ്രസിദ്ധമാണ്, നമുക്കറിയാവുന്ന വാക്യം തന്നെയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരുന്നു. നോക്കണേ, ഈ 2 അനുഭവങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തിരിക്കണം. പൗലോസ് ദൈവം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി അതിന്റെ ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവങ്ങളെ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഈ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ശ്രേഷ്ഠത എന്ന് പറയുന്നത് കമ്പാരിറ്റീവാണ്. അത് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വാക്കുകളെ കമ്പാരിസൺ രീതിയിൽ വേണം നാം അത് മനസ്സിലാക്കുക. ശ്രദ്ധിച്ചോളൂ, ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതായത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള അവസ്ഥയും ക്രിസ്തുവിന് കീഴിലുള്ള അവസ്ഥയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ എന്താ? അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. ശ്രദ്ധിച്ചോളൂ, എന്താണ് വ്യത്യാസം? അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകൻ. അക്ഷരമല്ല നമ്മെ നിയന്ത്രിക്കുന്നത്, ആത്മാവാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. അതായത് മോശയ്ക്ക് ദൈവം കൽപ്പനകളെ നൽകിയപ്പോൾ കല്ലിൽ കാർവ് ചെയ്ത് നൽകിയ കൽപ്പനകൾ, 10 കൽപ്പനകൾ എഴുതി നൽകുകയുണ്ടായി. ആ കല്ലിൽ വരച്ചിരിക്കുന്ന അക്ഷരങ്ങളല്ല, അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങളിലെ തത്വങ്ങളല്ല, അല്ലെങ്കിൽ ആ ഒരു ഡൂസ് ആൻഡ് ഡോൺസ് അല്ല, പിന്നെയോ ആത്മാവിന്റെ പുതുക്കത്തിൽ. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ശ്രേഷ്ഠതരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഒന്ന് അക്ഷരം താൽ നിയന്ത്രിക്കപ്പെടുന്നു, മറ്റൊന്ന് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. രണ്ടാമത് അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കും. ഒന്ന് മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നു, മറ്റതെന്താ? ജീവന്റെ ശുശ്രൂഷയാണ്. എന്താണ് മരണത്തിന്റെ ശുശ്രൂഷ? അക്ഷരം എപ്പോഴും പറയുന്നത് എന്താ? ശിക്ഷാവിധിയാണ് പറയുന്നത്. അതായത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പൊ നീ പാപിയാണ്, പാപത്തിന് എന്തുണ്ട്? ദർ ഇസ് എ പെനൽറ്റി. അതുകൊണ്ടാണ്, അത് അറിയുന്നത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? യാഗമർപ്പിക്കുവാൻ വേണ്ടി ഓടിയടുക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. യാഗം അർപ്പിച്ചാൽ പോലും അവന് പൂർണ്ണമായിട്ടുള്ള തൃപ്തിയൊന്നും വരുന്നില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു മറവ് മാത്രമേ ഉള്ളൂ. യാഗം കഴിച്ച് മടങ്ങി പോകുമ്പോഴും അവന്റെ ഉള്ളിൽ ഹേമിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഞാൻ പാപി, ഞാൻ പാപം ചെയ്തുവല്ലോ എന്നുള്ളത്. വീണ്ടും അടുത്ത പാപം വീണ്ടും അവനെ ദൈവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോ പാപത്തിന് ഒരു പരിഹാരം ആവശ്യമാണ്. അതെപ്പോഴും അവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഹോണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കും. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആത്മാവ് ജീവന്റെ ആത്മാവാണ്. ഇനി ശ്രദ്ധിച്ചോളൂ, 7-ാമത്തെ വാക്യത്തിൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയിൽ. അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതാണ്. ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാണ്. താരതമ്യം ചെയ്തിരിക്കുന്നു. മോശ കൽപ്പന
വാങ്ങി ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. അത് ഇസ്രായേൽ മക്കൾക്ക് കാണാൻ കഴിയാതെ വണ്ണം അത് വലിയ തേജസ്സുള്ളതായിരുന്നു. മോശ എന്ത് ചെയ്തു? തന്റെ മുഖത്തൊരു മൂടുപടമിട്ടു. ഇതാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതെന്ന് പറയുന്നത്. അത് ഹീനമെന്നല്ല അർത്ഥത്തിലല്ല, അത് ഒബ്സലേറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, അത് അത് വെറുതെ ആണ് എന്നുള്ള അർത്ഥത്തിലല്ല, അത് വോയിഡ് എന്നുള്ള അർത്ഥത്തിലല്ല. അതിന്റെ തേജസ്സും അതിന്റെ യാഥാർത്ഥ്യവും എല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് ദൈവവചനം അത് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമ പ്രമാണങ്ങളെ അത് തിരസ്കരിക്കുകയല്ല ദൈവം നെഗേറ്റ് ചെയ്യുകയല്ല, അതിന്റെ തേജസ്സിനെ ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുക. അപ്പോ മോശയുടെ മുഖത്ത് തേജസ് കാണത്തക്കവണ്ണം അത് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കുവാനാകാത്ത വിധം ഒരു തേജസ്സുള്ളതായിരുന്നു ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ. എന്നാൽ പ്രശ്നം എന്താണ്? ആത്മാവിന്റെ ശുശ്രൂഷ എന്താണ്? വളരെ തേജസ്സുള്ളതാണ് അല്ലെ? ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകെ. ഇനി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികം തേജസ് ഈ താഴോട്ട് വരുമ്പോൾ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ്സിന് ഒട്ടും തേജസ്സില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന് തേജസ്സില്ല എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ ഈ ആത്മാവിന്റെ ശുശ്രൂഷയുടെ അതിമഹത്തായ തേജസ് നിമിത്തം നമുക്ക് എന്ത് തോന്നുന്നു? ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷ ഒട്ടും തേജസ്സില്ല എന്ന് തോന്നും. നമുക്കറിയാമല്ലോ, ഒരു പ്രകാശത്തിന്റെ മുമ്പാകെ മറ്റൊരു വലിയ പ്രകാശം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ ഈ ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് വീട്ടിൽ നമ്മൾ സാധാരണ ബൾബ് ഇടുമ്പോൾ ഒരു 40 വാട്ടോ അല്ലെങ്കിൽ 20 വാട്ടോ ബൾബ് ഇടുമ്പോൾ ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലെ ഒരു ചെറിയ അരണ്ട വെളിച്ചം നമുക്കുണ്ടായിരുന്നല്ലേ? ആ വെളിച്ചം പ്രകാശമില്ലായിരുന്നു. ആ പ്രകാശം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അന്നതൊക്കെ വലിയ പ്രകാശമായിരുന്നു, രാത്രിയിൽ നമുക്ക് കിട്ടുന്ന വലിയ വെളിച്ചമായിരുന്നു അല്ലേ? ഇന്ന് നമ്മുടെ മുമ്പാകെ ഇരിക്കുന്ന LED വെളിച്ചങ്ങളോ എങ്ങനെ ഇരിക്കുന്നു? ഈ LED വെളിച്ചം എന്ന് പറയുന്നത് വലിയ തേജസ്സാണ്, വലിയ പ്രഭയാണ് അല്ലേ? ഇനി ഇതിന്റെ സൈഡില് അന്നത്തെ ആ 20 വാട്ട് ബൾബ് കത്തിച്ചിട്ടാൽ എത്ര പ്രഭയാണ്. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. LED ലാമ്പിന് എന്തുണ്ട്? നല്ല വെളിച്ചമുണ്ട്. ഇനി LED ലാമ്പും അല്ല, ഈ LED ലാമ്പിന്റെ സ്ഥാനത്ത് നാം അതിമഹത്തായ ഒരു തേജസ് വെച്ചാലോ, ഒരു വലിയ പ്രഭ വെച്ചാലോ, സൂര്യന്റെ പ്രഭയാണ് ഇരിക്കുന്നത് വിചാരിച്ചു, അതിന്റെ മുമ്പാകെ ഈ 20 വാട്ട് ബൾബിന് എത്ര വെളിച്ചമുണ്ട്. ഇത് തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 20 വാട്ട് ബൾബിന് ഒട്ടും പ്രകാശമില്ല എന്ന് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതിന് പ്രകാശമില്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഈ അതിമഹത്തായ തേജസ്, ഈ അതിശ്രേഷ്ഠ തേജസ് നിമിത്തം മോശയിക ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അത് തേജസ്സുള്ളതായിരുന്നു, മോശയുടെ മുഖത്തെ പ്രകാശിപ്പിച്ചതായിരുന്നു. അത് കാണുവാൻ കഴിയാതെ വണ്ണം മോശ തന്റെ മുഖം മറക്കുകയായിരുന്നു, മൂടുപടമിടുകയായിരുന്നു. അത്രയ്ക്ക് തേജസ്സുള്ളതായിരുന്നു. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ അതിമഹത്തായ തേജസ്സാണ്. ദാറ്റ്സ് എ കമ്പാരിസൺ. അതാണ് ഈ വ്യത്യാസം നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് മറ്റത് തേജസ് ഇല്ല എന്ന് തോന്നും. ഇപ്പൊ നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം അതാ. നാം ഈ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിന്റെ കൃപയുടെ പ്രമാണങ്ങളും ആത്മീക പ്രമാണങ്ങളും ക്രിസ്തുവിന്റെ പ്രമാണങ്ങളും ഒക്കെ നാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നാം ഇപ്പൊ പറയുകയാണ്, മോശയിക ന്യായപ്രമാണം അത് ഭയങ്കര ഇരുട്ടാണ്, അത് ഒബ്സലേറ്റ് ആണ്. കർത്താവ് പോലും അത് പറഞ്ഞിട്ടില്ല. ആ ന്യായപ്രമാണമൊക്കെ നീങ്ങിപ്പോയി. ഇല്ല, ന്യായപ്രമാണം എന്ന് പറയുന്നത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നതെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനു മുമ്പ് എന്ത് ചെയ്തു? ന്യായപ്രമാണത്തേക്ക് നീക്കില്ല. ഇല്ല, ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അത് മാറിപ്പോവുകയില്ല. അത് പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ, ദൈവത്തിന്റെ മോറൽ സ്റ്റാൻഡേർഡ്സിനെ വെളിവാക്കിക്കൊണ്ടിരുന്നതാണ്. അത് തേജസ്സുള്ളത് തന്നെയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള വെളിപ്പാട് എന്ന് പറയുന്നത്, റെവലേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, നാം ക്രിസ്തുവിന്റെ വകയായി തീർന്ന നിമിത്തം നമുക്ക് ലഭിച്ച പ്രകാശം എന്ന് പറയുന്നത് അതിമഹത്തായ തേജസ്സാണ്. ഇനി അതിന്റെ 8ാമത്തെ വാക്യം,
ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയത്. ഇവിടെ മറ്റൊരു കമ്പാരിസൺ ഉണ്ട്. ന്യായപ്രമാണം എന്താ? എപ്പോഴും ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ? എബ്രായ ലേഖനം അത് തന്നെയാണ് പറഞ്ഞത്. പാപത്തെ നീക്കുവാൻ കഴിയാത്തൊരു പ്രമാണമാണ്. പാപത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മ നൽകുന്ന പ്രമാണമാണ്. പാപത്തെക്കുറിച്ച് വെളിവാക്കുന്ന പ്രമാണമാണ്. അതിന്റെ പരിഹാരത്തെക്കുറിച്ചല്ല, പിന്നെ പാപത്തിന്റെ മോചനത്തെക്കുറിച്ചല്ല. നീ പാപിയാണെന്ന് ന്യായപ്രമാണം നോക്കിയാൽ നിനക്ക് മനസ്സിലാകും. അത്തരത്തിൽ പാപത്തെക്കുറിച്ച് എപ്പോഴും തർജ്ജനം ചെയ്യുന്നതായിരുന്നു എന്താ? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന് പാപപരിഹാരത്തിന് മാർഗങ്ങളില്ല. ന്യായപ്രമാണം പാപപരിഹാരത്തിന് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവിനെയാണ്. എന്താ? നീ പാപിയാണ്, നിനക്കൊരു പരിഹാരം ആവശ്യമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അത് നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമായിരുന്നു ഏതാ? ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അത് പൂർത്തീകരിക്കപ്പെടുന്നത് യേശു കർത്താവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെയാണ്. അവിടെയാണ് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. നാം റോമാലേഖനം 10-ാം അധ്യായത്തില് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് ന്യായപ്രമാണം ക്രിസ്തുവോടുകൂടെ തീർന്നു. ശരിക്കും പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തു. ന്യായപ്രമാണം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നോ അതിന്റെ സൺ ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ് ക്രിസ്തു. അപ്പൊ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ അതിനുശേഷം ന്യായപ്രമാണം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. ന്യായപ്രമാണം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ക്രിസ്തു എന്ത് ചെയ്തു? പൂർത്തീകരിച്ചിരിക്കുന്നു. അതാണ് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമായിട്ട് ക്രിസ്തു വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം. നോക്കണേ, ഇത് വായിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് നമ്മൾ പറയും. എന്താണ് നീക്കം വരുന്നത്? ഈ 6 മുതലുള്ള വാക്യത്തിൽ 2 പ്രാവശ്യം നീക്കം വരുന്ന കാര്യം. ഒന്ന് എന്താ? കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം. മോശയുടെ മുഖ തേജസ് ഫെയ്ഡ് ചെയ്യുന്നു. മോശയുടെ മുഖ തേജസ് ഫെയ്ഡ് ചെയ്യുന്നു. മുഖത്തെ തേജസ്. ഞാൻ ചോദിച്ചോട്ടെ, മോശ എത്ര കാലം മൂടുപടം ഇട്ടിരുന്നു? പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആ തേജസ് മനുഷ്യന് കാണാൻ ഇസ്രായേൽ മക്കൾക്ക് കാണാതെ വയ്യാതെ വണ്ണം അത്രത്തോളം വലിയ തേജസ്സായിരുന്നു. അതുകൊണ്ട് മൂടുപടം ഇട്ടു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ബാക്കിയുള്ള 32 വർഷമോ അല്ലെങ്കിൽ 40 വർഷമോ മോശ മൂടുപടം വിട്ടു? ഇല്ല. അത് കുറച്ച് എന്ത് ചെയ്തു? ആ തേജസ് എന്ത് ചെയ്തു? അത് ഫെയ്ഡായി, അല്ലേ? ശരിയാണ്. ഇതാണ് നീക്കം വരുന്നത് എന്ന് പറഞ്ഞതിന്റെ ആശയം. അത് ഫെയ്ഡ് ആകുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഫെയ്ഡ് ആകുന്നത്? ഇവിടെ പറയുന്നത് എന്താ? നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. നോക്കണേ, യേശു കർത്താവിന്റെ ക്രൂശിലൂടെയുള്ള ആ വലിയ പദ്ധതി അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് അധികം തേജസ്സുള്ളതായിരുന്നത് കൊണ്ട്, അത് നിലനിൽക്കുന്നതായതുകൊണ്ട്, അത് പൂർണ്ണമായിട്ട് ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുന്നതായതുകൊണ്ട്, അത് പാപത്തിന് സമ്പൂർണമായിട്ടുള്ള പരിഹാരം വരുത്തുന്നതായിരിക്കുന്നത് കൊണ്ട്, എന്നേക്കും സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുന്നതായതുകൊണ്ട് അതാ മറ്റത് നീക്കം വരുന്നത്, അത് ഫെയ്ഡായി പോവുകയാണ്. യേശു കർത്താവിലൂടെ ആ ന്യായപ്രമാണത്തിന്റെ തേജസ് ഫെയ്ഡായിട്ട് കാണപ്പെടുകയാണ്. അപ്പൊ ഇതാണ് ഈ കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. 6 പ്രത്യേകതകൾ ഈ ഒരു പാരലൽ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം ഈ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, നീതീകരണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്താൽ ലഭ്യമാകുകയില്ല. നാം ആദ്യ ഭാഗത്തിൽ കണ്ടു കഴിഞ്ഞു. ജസ്റ്റിഫിക്കേഷൻ ത്രൂ ലോ ഈസ് ഇമ്പോസിബിൾ. ന്യായപ്രമാണത്താൽ നീതീകരണം സാധ്യമല്ല. ഇവിടെ നാം കാണുന്നത് സാങ്ക്ടിഫിക്കേഷൻ ത്രൂ ലോ ഈസ് ഓൾസോ ഇമ്പോസിബിൾ. ന്യായപ്രമാണത്തിന്റെ ആചരണത്തിൽ ഊന്നിയ ഒരു ശുദ്ധീകരണവും സാധ്യമല്ല. ശ്രദ്ധിച്ചോളെ, നീതീകരണം ന്യായപ്രമാണത്താൽ സാധ്യമല്ലെങ്കിൽ ശുദ്ധീകരണവും ന്യായപ്രമാണത്താൽ സാധ്യമല്ല. അപ്പോ ഇവിടെ ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം എന്ന് പറയുന്നത്, നാം ഇപ്പോൾ ദൈവത്തിന്റെ വകയാണ്, ക്രിസ്തുവിന്റെ വകയാണ്.
ശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് നമ്മെ നടത്തുവാനായിട്ട് എന്താ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. നാം അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇൻവെല്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധിവാസം നമ്മെ ന്യായപ്രമാണം നിവർത്തിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്, നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം, അതിൽ 1 മുതൽ 4 വരെയുള്ള ഭാഗം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ ടെക്സ്റ്റാണ്. അധ്യായങ്ങൾ വേർതിരിച്ചപ്പോൾ മറുഭാഗത്തായി എന്നേ ഉള്ളൂ. അപ്പൊ ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ ശുദ്ധീകരണവും സാധ്യമല്ല. പിന്നെ ദൈവത്തിന്റെ ആത്മാവിലാണ് ശുദ്ധീകരണം. ഇനി ന്യായപ്രമാണം പ്രവർത്തിക്കുവാനായിട്ട് മനുഷ്യന് സ്വതവേ സാധ്യമല്ല, എന്നാൽ അത് നിർവഹിക്കുവാനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ശ്രദ്ധിച്ചോളൂ. ഇനി 1 മുതലുള്ള വാക്യങ്ങൾ, 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ആശയം ഒന്ന് പറഞ്ഞിട്ട് ഇന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് വീണ്ടും 7-ാം അധ്യായം തുടരേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ആ വ്യത്യാസം 7-ാം അധ്യായം 1 മുതൽ 6 വരെ കണ്ടുവല്ലോ. അതിന്റെ റിസൾട്ട് എന്താണ്? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് എങ്ങനെയാണ് ക്രിസ്തു സാധിപ്പിച്ചതെന്നാണ് 8-ാം അധ്യായത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇനി 3-ാമത്തെ വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശ്രദ്ധിച്ചോണേ, എന്തുകൊണ്ടാണ് ന്യായപ്രമാണം നിവർത്തിക്കുവാൻ സാധിക്കാതെ വന്നത്? ന്യായപ്രമാണത്തിന്റെ കുറവ് കൊണ്ടല്ല, അപര്യാപ്തത കൊണ്ടല്ല. പിന്നെ എന്താ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം. മനുഷ്യന്റെ കുറവ് കൊണ്ടാണ്, മനുഷ്യന്റെ പാപ സ്വഭാവം കൊണ്ടാണ്, മനുഷ്യന്റെ ബലഹീനത നിമിത്തം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്. അപ്പൊ ന്യായപ്രമാണം പൂർത്തീകരിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. കാരണം അവൻ ബലഹീനനായി. കാരണം പാപത്താൽ അവന് സംഭവിച്ച ഒരു വലിയ ഒരു വീഴ്ചയുണ്ട്. അതുകൊണ്ട് വീഴ്ച സംഭവിച്ച മനുഷ്യന് ന്യായപ്രമാണം പൂർത്തീകരിക്കുവാൻ, നിറവേറ്റുവാൻ സാധ്യമല്ല. അത് ന്യായപ്രമാണത്തിന്റെ കഴിവുകേടല്ല, അത് ആചരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യന്റെ കഴിവുകേടാണ് അവിടെ നാം കാണുന്നത്. അപ്പൊ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിൽ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ എന്താ? അപ്പൊ മനുഷ്യന് സാധിക്കാതെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശ്രദ്ധിച്ചോണേ, ഈ വാക്യം വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വാക്യം. ഈ വാക്യം എടുത്തിട്ട് യേശു കർത്താവിന് ഒരു പാപ ജഡമുണ്ടായിരുന്നു, പാപജഡത്തിലാണ് യേശു കർത്താവ് പറഞ്ഞത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. സാധാരണ മനുഷ്യനെ പോലെ പാപം അവനിൽ വ്യാപരിച്ചിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിനെ പാപജഡത്തിൽ അയച്ചു എന്നല്ല, പാപമുള്ള ജഡത്തിൽ അയച്ചു എന്നുള്ളതല്ല. പിന്നെന്താ? പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു. വചനം ജഡമെടുത്ത് അവൻ ഭൂമിയിലേക്ക് അവതരിച്ചവനാണ്. ആ ജഡത്തിൽ എന്തില്ല? പാപരാഗങ്ങൾ ഉണ്ടായിരുന്നില്ല, പാപത്തിന്റെ അധിനിവേശം ഉണ്ടായിരുന്നില്ല. അത് പാപജഡമായിരുന്നില്ല. അത് പാപജഡമായിരുന്നു എങ്കിൽ യേശു കർത്താവിന്റെ ക്രൂശീകരണം പാപത്തിന് പരിഹാരം വരുത്തുകയില്ലായിരുന്നു. ശ്രദ്ധിച്ചോളൂ. അപ്പോ യേശു കർത്താവിന്റെ ജഡം എന്ന് പറയുന്നത് പാപജഡമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ, പാപജഡത്തിലല്ല അയച്ചത്. അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടത്. അപ്പൊ യേശു കർത്താവിന്റെ തിരു അവതാരം, ജഡ അവതാരം എന്ന് പറയുന്നത് ദാറ്റ്സ് എ സ്പെഷ്യൽ ഇൻകാർണേഷൻ. ആ ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഒരു മാർമിക സത്യമായിട്ട് അവിടെ വായിക്കും. യേശു കർത്താവ് എങ്ങനെ ജഡത്തിൽ അവതരിച്ചു? യേശു കർത്താവ് മറിയത്തിൽ നിന്നും യോസേഫിൽ നിന്നും ആ പാപത്തിന്റെ ഇൻഹെറിറ്റൻസ് സ്വീകരിച്ചിരുന്നുവോ? ഒരിക്കലുമില്ല. കാരണം പാപം ഉള്ള ഒരു ജഡത്തിലല്ല യേശു കർത്താവിനെ അയച്ചത്. പിന്നെ എന്തോ? പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജഡത്തിൽ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കും. പാപമില്ലാത്ത ഒരു ജഡത്തിൽ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കണം. ശ്രദ്ധിച്ചോളൂ.
ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് പാപജടത്തിൽ ശിക്ഷ വിധിച്ചു എന്നല്ല, പിന്നെയോ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ ഒരു ശരീരം മുഖാന്തരമാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ശരീരമില്ലാതെ എന്തില്ല, ഈ ക്രൂശീകരണവും അല്ലെങ്കിൽ പാപപരിഹാര ബലിയും നടക്കുകയില്ല. അപ്പൊ പാപത്തിന് ശിക്ഷ വിധിക്കുവാനായിട്ട് പാപജടത്തിന്റെ സാദൃശ്യത്തിൽ, പാപജടത്തിലല്ല, പാപജടത്തിന്റെ സാദൃശ്യത്തിൽ യേശു കർത്താവിനെ അയച്ചു. പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ, അടുത്ത വാക്യം ഇപ്പോൾ. എന്തുകൊണ്ടാണ് ഈ പുതിയ പ്രമാണം നമ്മെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവിന്റെ പുതുക്കത്തിൽ നമ്മെ നടത്തുവാനായിട്ട്, അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രമാണം നമ്മെ എങ്ങനെ എനേബിൾ ചെയ്യുന്നു? എന്തിനാണ് ഈ ആത്മാവിന്റെ പ്രമാണം നൽകിയത്? ശ്രദ്ധിച്ചോളൂ, 4-ാമത്തെ വാക്യം വളരെ പ്രധാനം. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ഒന്നുകൂടെ ഞാനത് വായിക്കാം. എന്താ? ജഡത്തെ അല്ല, പണ്ട് നാം ജഡത്തെ അനുസരിച്ചായിരുന്നു നടന്നവരായിരുന്നു, നാം ജഡത്തിലായിരുന്നു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ എന്ത് ചെയ്യാമെന്നാ പറഞ്ഞിരിക്കുന്നത്? എന്താ ദൈവത്തിന്റെ ലക്ഷ്യം? നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ആശയം എന്ന് പറയുന്നത്, ന്യായപ്രമാണം ദൈവം ലക്ഷ്യം വയ്ക്കുന്ന പൂർത്തീകരണമുണ്ടല്ലോ, അത് ജഡത്തിന്റെ ബലഹീനത നിമിത്തം അത് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ നമ്മിൽ ദൈവത്തിന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ ദൈവമക്കളെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ന്യായപ്രമാണം നിവർത്തിപ്പാനാണ്, ന്യായപ്രമാണം പൂർത്തീകരിക്കുവാനാണ്, ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റ് പൂർത്തീകരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദൈവമക്കൾക്ക് ന്യായപ്രമാണം ആവശ്യമാണോ? ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് നിവർത്തിച്ചു, ശരി. അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നൽകിയിരിക്കുന്നു. ദർ ഇസ് എ ന്യൂ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇനി എന്താ? ആ ഡ്രൈവിംഗ് ഫോഴ്സിലൂടെ അല്ലെങ്കിൽ പുതിയ പ്രേരകത്തിലൂടെ നാം ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റ് നേടണം. ഇത് തന്നെയാണ് പഴയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നത്. എസ്കേൽ പ്രവചനത്തിലും യെരമ്യാ പ്രവചനത്തിലും. എസ്കേൽ പ്രവചനം 36-26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, യെരമ്യാ പ്രവചനം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗം വായിച്ചാൽ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. എസ്കേൽ പ്രവചനം 36-ാം അധ്യായം, അതിന്റെ 26 മുതൽ 27 വരെ. 26 മുതൽ 27 വരെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഇത് തന്നെ ആകുന്നു റോമാലേഖനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ നാം ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുന്നവരായിട്ട് തീരുകയാണ്. ഇപ്പൊ ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നമ്മിൽ തന്നിരിക്കുന്നു. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം, അതിന്റെ 31 മുതൽ 34 വരെയാണ്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരുടെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരുടെ നിയമം ലംഘിച്ചു കളഞ്ഞു. ഓക്കെ, അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം എങ്ങനെയാകുന്നു? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഓക്കെ, അപ്പൊ ആ നിലയില് ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിലാക്കി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ ന്യായപ്രമാണം പൂർത്തീകരിക്കുവാനായിട്ടാണ് ദൈവാത്മാവ് നമ്മെ കുറിച്ചായത്. ഇനി നിങ്ങൾ പറയൂ, ന്യായപ്രമാണം നീങ്ങിപ്പോയോ? ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. എന്തിനാ സ്വതന്ത്രരാക്കിയത്? ക്രിസ്തുവിന്റെ ദാസന്മാരായി തീരുവാൻ, ആത്മാവിന്റെ നിവാസങ്ങളായി തീരുവാൻ. ഇനി
ആത്മാവിന്റെ നിവാസമായിട്ട് ന്യായപ്രമാണം എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ആ ചട്ടങ്ങളിൽ നടക്കുവാനായിട്ട് ദൈവം നമ്മെ പരിശീലിപ്പിക്കുകയാണ്. സാങ്ക്ടിഫിക്കേഷന്റെ വിശാലമായിട്ടുള്ള ഭാഗത്തേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. 7-ാം അധ്യായത്തിന്റെ ഒരു ഓവർവ്യൂ. ഇനി 2 പാഠങ്ങൾ കൂടെ ഇതിനകത്ത് നമുക്ക് പഠിക്കാറുണ്ട്. ഇതിന്റെ 1-ാമത്തെ ഭാഗവും അതിന്റെ കൺക്ലൂഷനുമാണ് നാം കണ്ടു കഴിഞ്ഞത്. അപ്പൊ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? ന്യായപ്രമാണത്തെ യേശു കർത്താവ് എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? അപ്പോൾ സംഭവിച്ച ട്രാൻസ്ഫർമേഷൻ എന്താണ്? അങ്ങനെയുള്ള രൂപാന്തരത്തിലൂടെ ദൈവം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? വിശുദ്ധീകരണത്തിനായിട്ട് അക്ഷരത്തിന്റെ പഴക്കത്തിൽ സാധ്യമല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ജീവിച്ചേ മതിയാവും. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ ദൈവം നൽകിയ പ്രമാണങ്ങൾ, ന്യായപ്രമാണങ്ങൾ നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും, ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. ജഡത്താലുള്ള ബലഹീനത നിമിത്തം നമുക്ക് കഴിയാത്ത കാര്യം ആത്മാവിനാൽ നമ്മെ സാധിപ്പിച്ചെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് ഇവിടെ ഈ സാങ്ക്ടിഫിക്കേഷനിലൂടെ ദൈവം നമുക്ക് നൽകിയത്. കർത്താവിനെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കുവാൻ, ഒന്ന് ആവർത്തിച്ച് വായിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിലെ പാഠങ്ങൾ കേവലം അക്ഷരമായിട്ട് ഒതുങ്ങാതെ അത് ആത്മാവിന്റെ അനുസരണത്തിൽ, ദൈവാത്മാവിനോടുള്ള അനുസരണത്തിൽ ദൈവവചനത്തെ നിറവേറ്റുവാൻ, ആ ദൈവത്തിന്റെ വചനത്തിൽ നടക്കുവാൻ, ആ ക്രിസ്തുവിനോട് അനുരൂപരായി തീർന്ന ആ പ്രക്രിയയിൽ നമുക്ക് പങ്കാളികളാകാം. അവന്റെ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തും.